അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് പിന്നെ പൊതുജനത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്, ഇപ്പോഴിതാ 16ാം ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്യപ്പെടുകയാണ്. പിന്നെ അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആരോ ചെയർമാനും ഒക്കെ ആയി വരട്ടെ, പക്ഷെ നരേന്ദ്രമോദി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന 16ാം ഫിനാൻസ് കമ്മീഷനിലെ വ്യക്തികളൊക്കെ തന്നെ BJP അനുകൂലികളായിരിക്കും. അപ്പൊ അതിന്റെ നയപരമായ 16ാം ധനകാര്യ കമ്മീഷൻ എടുക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ മാനദണ്ഡങ്ങൾ ആ ഗവൺമെന്റ്, അതായത് BJP ഗവൺമെന്റിന് സന്തോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് എടുക്കുന്നത് എങ്കിൽ സംസ്ഥാനങ്ങൾക്ക് അത് വളരെ ദൂഷ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട സെസ്, സർചാർജ്, അതുപോലെ മറ്റു മാനദണ്ഡങ്ങൾ, ഇതിലൊക്കെ മാറ്റം വരാം. ആ മാറ്റം വരാതിരിക്കണമെങ്കിൽ 16th ഫിനാൻസ് കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ സംസ്ഥാന തലങ്ങളിൽ വിളിച്ച് വേണ്ട ചർച്ചകളും ഒക്കെ നടത്തി നയരൂപീകരണത്തിൽ, മാനദണ്ഡ തീരുമാനങ്ങളിൽ ഒക്കെ വേണ്ടതുപോലെ ഇടപെട്ടില്ലെങ്കിൽ 16ാം ധനകാര്യ കമ്മീഷനും ഞങ്ങൾക്ക് എതിരാണ്, അനുകൂലമല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കേണ്ട ഒരവസ്ഥ സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യമേ തന്നെ സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനങ്ങൾ അതിനെ വേണ്ട രീതിയിൽ സ്വാധീനിക്കണം. സാധാരണ ഫിനാൻസ് കമ്മീഷൻസ് പ്രവർത്തനം തുടങ്ങിയാൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അങ്ങനെ അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഫിനാൻസ് കമ്മീഷന്റെ നയരൂപീകരണം നടക്കുക. അങ്ങനെ തന്നെ നടക്കാനാണ് ഇത്തവണയും സാധ്യത. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് അവസരമുണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ പറയാനും ഒക്കെ. അപ്പൊ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ 15ാം ധനകാര്യ കമ്മീഷൻ ചതിച്ചത് കൊണ്ടാണ് കേരളത്തിലെ ധനപ്രതിസന്ധി രൂക്ഷമായത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആ കരച്ചിൽ തുടർന്നു പോകാതിരിക്കണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സമയത്ത് ഉത്സാഹിച്ച് പ്രവർത്തിക്കണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അത് മാത്രവുമല്ല, വേറൊരു കാര്യവും കൂടി സംസ്ഥാന ഗവൺമെന്റ് ഈ സമയത്ത് ഓർക്കണം. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന കടം എന്ന് പറയുന്നത് 37,512 കോടിയാണല്ലോ. സാധാരണ FRBM ആക്ട് അനുസരിച്ച് കടം കൊള്ളുന്നത് എന്തിനു മാത്രം വേണ്ടിയായിരിക്കണം? മൂലധന ചെലവിന് മാത്രമായിരിക്കണം. എന്ന് വെച്ചാല് സോഷ്യൽ മൂലധനം എന്ന് വെച്ചാൽ സാമൂഹ്യ മേഖലയിലെ വിദ്യാഭ്യാസം, ആരോഗ്യ, ഈ മേഖലയിലെ മൂലധന ചെലവ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ മൂലധന ചെലവ്, ഇതിനു വേണ്ടി ആയിരിക്കണം. പക്ഷെ കേരളത്തിൽ സാധാരണ ഗവൺമെന്റുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരേ ഗവൺമെന്റ് തന്നെയാണല്ലോ. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കടമെടുക്കുന്നതിന്റെ 45% മുതൽ 82% വരെ കൃത്യമായ തെളിവുകളോടെയാണ് ഞാൻ പറയുന്നത് ചെലവഴിക്കുന്നത്. എവിടെയാണ്? റവന്യൂ ചെലവിന് വേണ്ടി. മൂലധന ചെലവിന് വേണ്ടി കടമെടുക്കുന്നു, പക്ഷെ അത് മൂലധന ചെലവിന് പ്രയോജനപ്പെടുത്താതെ റവന്യൂ ചെലവിന് വേണ്ടി വക മാറ്റുന്നു. എന്താണ് റവന്യൂ ചെലവ് എന്ന് പറയുന്നത്? ശമ്പളം, പെൻഷൻ, പലിശ, ഗവൺമെന്റിന്റെ നിത്യനിദാന ചെലവുകൾ, ഇതാണ് റവന്യൂ ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ മൂലധന ചെലവിന് വേണ്ടി എടുക്കുന്ന പണം മൂലധന ചെലവിന് വേണ്ടി തന്നെ ചെലവഴിക്കുമെന്ന് ഒരു വ്രതം എടുക്കുക, നിശ്ചയമെടുക്കുക. റവന്യൂ ചെലവ് കൃത്യമായി വെട്ടിക്കുറയ്ക്കുക. അതുപോലെ റവന്യൂ ചെലവ് വെട്ടിക്കുറയ്ക്കാൻ ഒരുപാട് പഴുതുകളുണ്ട്. ആ പഴുതുകളൊക്കെ പരിശോധിച്ച് വേണ്ട രീതിയിൽ വെട്ടിക്കുറയ്ക്കുക. അതായത് അനാവശ്യ ചെലവുകൾ ധാരാളമുണ്ട്, ദൂർത്തുണ്ട്, വകമാറ്റി ചെലവഴിക്കലുണ്ട്. ഇതെല്ലാം കടിഞ്ഞാണിടുക. വരുമാന സമാഹരണം ശക്തിപ്പെടുത്തുക. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ബജറ്റിൽ തന്നെ പറയുന്നുണ്ട് 19,975 കോടിയുടെ നികുതി പിരിച്ചെടുക്കാനുണ്ടെന്ന്. അതിൽ തന്നെ 15,000 കോടിയോളം ഒരു പ്രശ്നവുമില്ലാതെ, ഒരു തടസ്സവുമില്ലാത്ത നികുതിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നികുതി കുടിശ്ശിക വരുന്നത്? എന്തുകൊണ്ടാണ് അത് പിരിച്ചെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയാതെ പോകുന്നത്? അങ്ങനെ കുടിശ്ശിക വരാതെ സമയത്ത് ഇടപെടണം. ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഒക്കെ പറയുന്നത്, അതായത് CAG ചൂണ്ടിക്കാണിക്കുന്നതും ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല, അതുകൊണ്ടാണ് കുടിശ്ശിക കൂടുന്നത് എന്നാണ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ മാത്രമല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറയുന്നതും അത് തന്നെയാണ്. സമയത്ത് നികുതി പേപ്പറുകൾ മുന്നീക്കണം, ഓഡിറ്റിംഗ് നടക്കണം. അങ്ങനെ കൃത്യമായി എഫിഷ്യൻ്റായി ഭരണനിർവഹണം നടത്താത്തത് കൊണ്ടാണ്, ഓരോ വകുപ്പിലും നടത്താത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള കുടിശ്ശിക വരുന്നത്.
അതുകൊണ്ടാണ് സംസ്ഥാനത്തിന് നിത്യനിദാന ചെലവുകൾക്ക് പോലും കടമെടുക്കുന്ന പണം റവന്യൂ ചെലവിന് വേണ്ടി മാറ്റേണ്ടി. അപ്പോൾ അതിനൊക്കെ കൃത്യമായി കടിഞ്ഞാണിടുക. അങ്ങനെ മുൻപോട്ട് പോയാൽ മാത്രമേ സംസ്ഥാനത്തിന് ഈ ധനപ്രതിസന്ധിയിൽ കുറച്ചെങ്കിലും അയവ് 2024-25 വർഷത്തിൽ കണ്ടെത്താനാകൂ. അല്ലെങ്കിൽ അടുത്ത് വർഷം ഇതേപോലെയോ ഇതിനേക്കാൾ രൂക്ഷമോ ആയ തരത്തിലുള്ള ഒരു ധനപ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും സംസ്ഥാന ഗവൺമെന്റ് എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന ഗവൺമെന്റ് അതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. ഇവിടെ ജനങ്ങൾക്കാണ് ജീവിതം ദുസ്സഹമായി തീരുന്നത്. ഇക്കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. പോലീസ് വണ്ടിക്ക് അടിക്കാൻ, പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാതിരുന്ന അവസ്ഥ. ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്നില്ല, കുത്തിവെക്കാൻ കഴിയുന്നില്ല, ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല. പിന്നെ ഇൻഷുറൻസ്, അതായത് പറയുക, കാരുണ്യ ഇൻഷുറൻസ് 14,000 കോടി കിട്ടിയിട്ടും അതും വകമാറ്റി ചെലവഴിച്ചു ഇൻഷുറൻസ് കമ്പനികൾക്ക്, ആശുപത്രികൾക്ക് കൊടുക്കാത്തത് കൊണ്ട്. അങ്ങനെയുള്ള വലിയ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ പോലും നടക്കാതെ, ചികിത്സകൾ പോലും നടക്കാതെ പോകുന്ന ദുരവസ്ഥ. ആ ദുരവസ്ഥ, അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ടി വരുന്നു. സർവ ഘട്ടങ്ങൾ, സർവ മേഖലയിലും ഇതുപോലെയുള്ള ദുരന്ത കാഴ്ചകളാണ് ഈ കഴിഞ്ഞ വർഷം നാം കണ്ടു കടന്നുപോയത്. അങ്ങനെ ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ മൂലധന ചെലവ് മൂലധനത്തിന് വേണ്ടി മാത്രമാക്കുക, റവന്യൂ ചെലവിനാക്കുക, റവന്യൂ ചെലവും റവന്യൂ വരുമാനവും തമ്മിൽ കൂട്ടിമുട്ടിക്കാനുള്ള കഠിന ശ്രമം നടത്തുക. എങ്കിൽ മാത്രമേ ഗവൺമെന്റിന് മുഖം രക്ഷിച്ച് മുൻപോട്ട് പോകാനൂ.